ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. നമുക്കിന്നൊരു സ്ഥലം വരെ പോവാം. ഞാൻ പെട്ടെന്ന് റെഡിയായിട്ട് വരാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് ഒരു ഡെൻറ്റൽ ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. 11:30 ഞാനൊരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് പല്ല് വേദന തുടങ്ങിയിട്ട് ഒരു മാസത്തോളമായി. ഭയങ്കര വേദനയാണ്. അപ്പോൾ തീരുമാനിച്ചു എന്തായാലും ഇമ്മീഡിയറ്റ്ലി പോകണമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു ചെറിയ മേക്കപ്പൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ വാരി പൂശിയടിച്ച് ഞാൻ ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ ആദ്യം ചെയ്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പകുതിയായപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി. കാരണം എന്തായാലും സർജറി ആണല്ലോ. അപ്പം പിന്നെ പതുക്കെ ഒരു ഗ്രേപ്പ് ജ്യൂസൊക്കെ കുടിച്ച് പതുക്കെ ചില്ല് ചെയ്ത് ഹോസ്പിറ്റലിലെത്തി. റേഹാൻ ഡെൻറ്റൽ കെയറിലാണ് നമ്മൾ എത്തിയത്. മരടാണ് സ്ഥലം. അവിടെ ചെറിയ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. ആ ഫോമൊക്കെ ഫില്ല് ചെയ്തിരുന്നു. പിന്നെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്, ഡോക്ടർ നൗഷാദ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ആദ്യം തന്നെ എൻ്റെ എക്സ്റേ എടുത്തപ്പോൾ തന്നെ മനസ്സിലായി എൻ്റെ ഒരു വിസ്റ്റം ടൂത്ത് വളരെയധികം ഡാമേജ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു ഡോക്ടർ പുറത്തുനിന്നാണ് കേട്ടോ വന്നത്. വേറൊരു സർജൻ വന്നിട്ട് എനിക്ക് സർജറി ചെയ്തു. പെയിനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ലോക്കൽ അനസ്തീഷ്യ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. എൻ്റെ ചുണ്ടൊക്കെ വേറൊരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. അത് സർജറിയുടെ എഫക്റ്റാണ്. കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് ക്ലിനിക്കിൽ നിന്ന് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. വളരെ കംഫർട്ടബിൾ ആക്കാൻ ഒരു മാക്സിമം നോക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.